ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വിശുദ്ധ റൊസാലിയെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. 1130 സിസിലിയയിലെ പലേർമോയിൽ എന്നാണ് റൊസാലിയ ജനിച്ചത്. സിസിലിയയിലെ പ്രഭുവായ സിനിവാൾഡിൻ്റെ മകളായിരുന്നു റൊസാലിയ. ബാല്യം മുതലേ അവൾ ദൈവ സ്നേഹത്തിൽ വളരുവാനാണ് ആഗ്രഹിച്ചിരുന്നത്. പ്രഭു കുടുംബത്തിലെ സമ്പത്തും ആർഭാടങ്ങളും ഒന്നും അവൾ ആഗ്രഹിച്ചിരുന്നില്ല. പ്രാർത്ഥനയിലും ഉപവാസത്തിലും അവൾ ദൈവസ്നേഹത്തിൽ കൂടുതൽ വളരാൻ ആഗ്രഹിച്ചിരുന്നു. പ്രഭു കുടുംബത്തിലെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളോ മറ്റ് ആർഭാടങ്ങളോ ഒന്നും അവൾ സ്വീകരിച്ചിരുന്നില്ല. അവൾക്ക് 14 വയസ്സായപ്പോൾ അവൾ അവളുടെ കുരിശും കുറേ പുസ്തകങ്ങളും എടുത്ത് കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടി. അവളുടെ കൂടെ 2 മാലാഖമാരുണ്ടായിരുന്നു. ഒരാൾ ആയുധധാരിയായ യോദ്ധാവിൻ്റെ വേഷത്തിലും മറ്റൊരാൾ ഒരു തീർത്ഥാടകൻ്റെ വേഷത്തിലുമായിരുന്നു. ഈ മാലാഖമാർ അവളെ അവിടെ അടുത്തുള്ള ഒരു മലമുകളിൽ മഞ്ഞുകളാൽ മൂടപ്പെട്ടിരുന്ന ഒരു ഗുഹ കവാടത്തിൽ എത്തിച്ചു. കുറേ മാസങ്ങൾ റൊസാലിയ ആ ഗുഹയ്ക്കുള്ളിൽ താമസിച്ചു. അതിനുശേഷം ഈ മാലാഖമാർ വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ മാതാപിതാക്കന്മാർ അന്വേഷണം ഊർജിതമാക്കി. ഈ സ്ഥലം കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറ്റണമെന്ന്. മാലാഖമാരുടെ നിർദ്ദേശപ്രകാരം അവൾ പെലിഗ്രോം മലയിൽ ഒരു ഗുഹയിലെത്തി. അവളുടെ ശിഷ്ടകാലം മുഴുവനും ആ ഗുഹയിലാണ് അവൾ ജീവിച്ചിരുന്നത്. ആഴ്ചയിൽ 1-2 ദിവസം മാത്രമായിരുന്നു അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അവൾ കായിക അഭ്യാസങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ദൈവത്തെ അല്ലാതെ മറ്റൊന്നും അവൾ ചിന്തിച്ചിരുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ പോഷണത്താൽ നീണ്ട 16 വർഷം അത്ഭുതകരമായി അവൾ ആ ഗുഹയിൽ താമസിച്ചു. അതിനുശേഷം 30-ാമത്തെ വയസ്സിൽ അവൾ ആ ഗുഹയിൽ തന്നെ മരണമടഞ്ഞു. ഏതാണ്ട് 4-5 നൂറ്റാണ്ടുകൾക്ക് ശേഷം പലേർമോയിൽ ഒരു പ്ലേഗ് ബാധ പിടിപെട്ടു. ആ നഗരത്തിലുള്ള ഒരു നായാട്ടുകാരനും ഒരു സ്ത്രീക്കും റൊസാലിയയുടെ ദർശനമുണ്ടായി. എൻ്റെ ഭൗതിക ശരീരം ഈ ഗുഹയ്ക്കകത്തുണ്ടെന്നും അത് ആർഭാടപൂർവ്വം പ്രദക്ഷിണമായി നഗരത്തിൽ എത്തിക്കണമെന്നും റൊസാലിയ ദർശനത്തിലൂടെ ഇയാളോട് പറഞ്ഞു. ആ ദർശനമനുസരിച്ച് ഈ നായാട്ടുകാരൻ ഈ മലമുകളിൽ എത്തുകയും റൊസാലിയ താമസിച്ചിരുന്ന ഗുഹ കണ്ടെത്തുകയും ചെയ്തു. ഈ ഗുഹയ്ക്കകത്ത് ഇങ്ങനെ എഴുതിയിരുന്നു, ഞാൻ റോസസിലെ പ്രഭുവായ സിനിവാൾഡിൻ്റെ മകൾ റൊസാലിയ. ദൈവസ്നേഹത്തെ പ്രതി എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ ഗുഹയിൽ താമസിച്ചേക്കാമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്നു. ഈ നായാട്ടുകാരന് ഈ തിരുശേഷിപ്പുമായി നഗരത്തിലെത്തി. ഈ തിരുശേഷിപ്പ് നഗരത്തിലൂടെ പ്രദക്ഷിണമായി ആർഭാടപൂർവ്വം കൊണ്ടു നടന്നു. 3 പ്രാവശ്യം ഈ തിരുശേഷിപ്പ് കൊണ്ടു നടന്നപ്പോൾ ആ നഗരത്തെ ബാധിച്ചിരുന്ന പ്ലേഗ് ബാധ അവിടെ നിന്നും അപ്രത്യക്ഷമായി. ഈ 1625 പ്ലേഗ് ബാധ മാത്രമല്ല, വേറെ റൊസാലിയയുടെ നാമത്തിൽ കുറേ അത്ഭുതങ്ങളും ആ ഗ്രാമത്തിൽ നടന്നിരുന്നു. ഈ ഗ്രാമത്തിൽ നടന്നിരുന്ന ഈ അത്ഭുതങ്ങളെല്ലാം കൊണ്ട് ഈ റൊസാലിയയെ ഒരു നല്ലൊരു വിശുദ്ധിയായി ആ നാട്ടുകാർ ആർഭാടപൂർവ്വം വണങ്ങിയിരുന്നു. ഈ മലമുകളിൽ നിന്ന് നഗരത്തിലേക്ക് റൊസാലിയെ കൊണ്ടുവന്ന ആ ദിവസം പെലിവേറിലെ ജനങ്ങൾ ഒരു വിശുദ്ധ ദിനമായിട്ടാണ് ഇന്നും കൊണ്ടാടുന്നത്. അന്നാണ് അവർ ആ വിശുദ്ധിയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. 1927 പിയൂസ് 11 മാർപ്പാപ്പ റൊസാലിയയുടെ തിരുനാൾ ഒരു വിശുദ്ധ ദിനമായി പ്രഖ്യാപിച്ചു. നമുക്കും വിശുദ്ധ റൊസാലിയയെ പോലെ ജീവിതത്തിലെ ആർഭാടങ്ങളും ആഡംബരങ്ങളും ഒക്കെ മാറ്റിവെച്ച് ദൈവത്തോടൊന്നു ചേർന്ന് ജീവിക്കാൻ നമുക്കും പരിശ്രമിക്കാം. അതിനായിട്ട് നമുക്ക് വിശുദ്ധ റൊസാലിയയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.